ഡുവറ്റ് റൗണ്ടിൽ റൊമാൻറ്റിക് സോങ്സ് ആയിരിക്കും നമ്മുടെ കുട്ടികൾ പാടുന്നുണ്ടാവും. ഫുൾ ഡുവറ്റ്സ് റൊമാൻറ്റിക് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഡുവറ്റ് റൗണ്ടിൽ ആദ്യം പാടാൻ വരുന്നു ഗോവിന്ദ് ആൻഡ് കീർത്തി. ഓക്കേ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. കരിവണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. വിറകൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തന്തരമോ മാരമന്തരമോ കേട്ടു. ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം, ഓഹൊയ് ഹൊയ് മനസ്സിന് കുളിരണു. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. അഴകാർന്നൊരു ചന്ദ്രനോ മഴവില്ലിടും ഇന്ദിരനോ, ആരു നീ അറിയാരോ. കുളിരേകണൊരമ്പിളിയോ കുളിരാറ്റണ കമ്പിളിയോ, മങ്കയാളിവളാരോ. അന്നാരം പുന്നാരം മൊഴിമുട്ടണ കിന്നാരം, ഹൊയ് ഹൊയ് അടിമുടി തളരണ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. ഗോവിന്ദ് ആൻഡ് കീർത്തി, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്ത് രസമായിരുന്നു നിങ്ങളുടെ ആക്ട് ഒക്കെ. കുറെ സമയം എടുത്തോ പ്രാക്ടീസ് ചെയ്യാൻ? ഇങ്ങനെ പ്രാക്ടീസ് ഒന്നും വേണ്ടല്ലോ അല്ലേ? ഗോവിന്ദിന്റെ കഥ ഓൾറെഡി ഗോവിന്ദ് പറഞ്ഞല്ലോ ഇവിടെ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ആക്ടിന്റെ അകത്ത് ഈ ലവ് ലെറ്റർ എടുത്ത് അപ്പുറത്ത് വേറൊരാളോട് നിനക്ക് ഇവിടെ ഒരു പെണ്ണ് പോലെ നീ എന്തിനാ അവിടെ നോക്കിയേ? മഞ്ചേരി ശരത്തട്ടെ, എനിക്കൊന്ന് ആ പഴയ ലവ് ലെറ്റർ എഡിറ്റ് ചെയ്തിട്ട് മറ്റേ സുമതി എന്നുള്ള ലവ് ലെറ്റർ ഉണ്ടല്ലോ, അത് പേര് എഡിറ്റ് ചെയ്തിട്ട് കീർത്തി എഴുതിട്ട് വെച്ചിരിക്കുകയാണ്.
ഓക്കെ, നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സാർ. കീർത്തി ആൻഡ് ഗോവിന്ദ്, നല്ല പാട്ട്. നിങ്ങളുടെ പാട്ട് സെലക്ഷൻ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. നന്നായിട്ട് പാടി കേട്ടോ. ഗോവിന്ദേ, ഗോവിന്ദ് ഒന്ന് പാടാമോ? പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടിപ്പുഴയിൽ വിരിയണ കുളിരല പോലെ. അത് ഒന്നും കൂടെ പെർഫെക്റ്റ് ശ്രുതിയിലേക്ക് പാടുക കേട്ടോ. പിന്നെ ഈ ഹയ്യ കുറച്ചും കൂടെ അത് ഒരു ഹയ്യാ അത് വേണം. അത് കാര്യം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ പാട്ട്. അതുപോലെ തന്നെ നമ്മുടെ കീർത്തി അഭിനയിച്ച് നിങ്ങളുടെ ആക്റ്റൊക്കെ നല്ലതായിരുന്നു. അതിലൊന്നും നമുക്കൊരു ഇതുമില്ല. പക്ഷെ ഒരു വണവട തൂക്കം മുന്നിൽ നമ്മുടെ ഗോവിന്ദൻ തന്നെയാണ്, അതിൽ ഡൗട്ടില്ല. ഈ അന്നാരം പുന്നാരം ഒന്ന് പാടാമോ? അന്നാരം പുന്നാരം മൊഴിമുട്ടണ കിന്നാരം അടിമുടി തളരണ. അത് ചിരിച്ചുകൊണ്ട് പാടിയാലേ അത് നമുക്ക് ആ കൃത്യമായിട്ടുള്ള വികാരം കിട്ടത്തുള്ളൂ. അപ്പം അത് ഒന്ന് ശരിയാക്കിയുള്ള രണ്ടുപേരും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ഷാനിക. ഗോവിന്ദ് ആൻഡ് കീർത്തി നന്നായിരുന്നു രണ്ടുപേരും. ചേർത്തിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിനി പാടിപ്പിക്കാൻ പോകുന്നില്ല. ഒരു പൊടിക്ക് ഒരു സ്കെയില് മേലെ നിൽക്കുന്നത് ഡെഫിനറ്റ്ലി ഗോവിന്ദാണ്. കാരണം കീർത്തി എന്തോ ഡ്രൈ ആയിപ്പോയോ തൊണ്ട. ഓക്കെ, ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനൊരു ആക്ട് പോലെയൊക്കെ ചെയ്യുന്നത്? കീർത്തി ആണെങ്കിലും ഗോവിന്ദ് ആണെങ്കിലും ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. ആക്ട് രസമുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ ചിലപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു അൺകംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, കാരണം എന്താണെന്നറിയാം, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യു ഹാവ് ടു ബി പെർഫോമേഴ്സ് ഓൺ സ്റ്റേജ്. വെറുതെ ഒരു സ്റ്റാൻഡിൽ മൈക്കും വെച്ച് പാടുന്ന ഒരു കാലം ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൂപ്പർ സ്റ്റാർ എന്നാണ് എഴുതിയിരിക്കുന്നത്, സൂപ്പർ സിംഗർ എന്നല്ല. എക്സ്പ്ലോർ യുവർ സെൽഫ്, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. യു ആർ ലേണിംഗ് തിങ്സ് ബബാ. ഡോണ്ട് വറി. രണ്ടാമത്തെ റൗണ്ട് ആയുള്ളൂ. നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ചിൽ കേട്ടോ. ഡോണ്ട് വറി. ബി കൂൾ. ബി കൂൾ. സർ, എന്തായാലും അടുത്ത റൗണ്ടിൽ എനിക്ക് നല്ലപോലെ പാടാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് സർ. ഓക്കെ, താങ്ക് യു സർ. മഞ്ജരി ചേച്ചി. കീർത്തി, தாவணி போட்ட தீபாவளி வந்தது என் வீட்டுக்கு. ചിരിക്ക്. ഗുഡ്, നല്ല സിംഗിങ് ആണ്. ഗോവിന്ദ്, രണ്ടുപേരും കലക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ തുടക്കം വന്ന സമയത്ത് നിങ്ങൾ രണ്ടും എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടാവും എന്നുള്ള അതിന്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അത് കലക്കി പൊളിച്ചു. എന്താണ് അഭിനയം! മൈ ഗോഡ്, ഇതൊന്നും അങ്ങനെ എളുപ്പത്തിൽ പറ്റുന്ന ഒന്നല്ല. അത് പെട്ടെന്ന് പ്ലാൻ ചെയ്തല്ലേ? ഇന്നലെ പ്ലാൻ ചെയ്യാ. ഭയങ്കര തന്നെ. നമുക്കൊന്നും കുറെ നേരം ഇങ്ങനെ ഇത്രയൊന്നും ആക്ട് ചെയ്യാൻ പറ്റില്ല പാടുന്നതിന്റെ ഇടയിൽ. ഭയങ്കര ഫാന്റാസ്റ്റിക്. ഗോവിന്ദ് പിന്നെ ജീവിച്ചു എന്നറിയാം. ഗോവിന്ദ് അതിന്റെ ഇടയിൽ ഓ സൂപ്പറായിരുന്നു. എന്തായാലും കൊറിയോഗ്രാഫി. എനിക്കിതില് മോള് കീർത്തി പാടിയ ആ സംഗതിയില്ലേ ലാസ്റ്റിലത്തെ, അതിൽ ഒരു ബ്യൂട്ടിഫുൾ ഒരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അടിമുടി തളരണ, അതൊന്ന് പാടുക ആ പോർഷൻ മാത്രം. അന്നാരം പുന്നാരം മൊഴിമുട്ടണ കിന്നാരം അതതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പല സ്ഥലത്തും അടിമുടി എന്ന് പാടുന്നുണ്ട്. ഒരു സ്ഥലത്ത് അടിമുടി തളരാണ്. ഒരുപാട് എക്സ്പ്രഷൻസ് നിങ്ങൾ കൊണ്ടുവന്നു. അതില് കീർത്തിക്ക് കിട്ടിയ ഭാഗം എന്ന് പറയുന്ന ഒരു പരിഭവം പറയുന്ന ഒരു കാമുകിയുടെ ഒരു റോളാണ് കീർത്തിക്ക് കിട്ടിയത്. അപ്പൊ കീർത്തി സിംഗിങ്ങിലും ഫേസിലും എല്ലാം ആ ഒരു പരിഭവമാണ് കൊണ്ടുപോയത്. പക്ഷെ ഇതില് ഒരു ചിരി വേണം. അപ്പൊ നമ്മൾക്ക് എന്താണോ നമ്മുടെ പാട്ട്, നമ്മൾ എന്താണോ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അത് നമ്മൾ ചിരിച്ചിട്ട് പാടേണ്ട സാധനമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിഭവം വരുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലിലേക്ക് മാറും. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യായില്ലിക്കാടടിമുടി ഉലയണ കലപില പോലെ. അപ്പൊ അതില് നമ്മളൊരു ഹാപ്പി സിംഗിങ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മുഖത്തൊരു ചിരി വേണം. അതൊരു സൈക്കോളജിയാണ്. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇതേ എക്സ്പ്രഷൻ ഇത് പല പല ഭാവത്തിലും. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, കരയും ചെയ്യാം. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, ദേഷ്യപ്പെടാം.
അപ്പം ആ ഒരു വരി നമുക്ക് പല ഭാവങ്ങളിൽ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം ചിരി വരുത്തണമെങ്കിൽ എന്താ, നമ്മൾ പാടിക്കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. അതേപോലെ ഗോവിന്ദ് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം. ആ ആക്റ്റിലോട്ട് ഒരുപാട് ഇൻവോൾവ് ആകുമ്പോഴുള്ള ചില കഥാപാത്രമായി മാറുമ്പോഴുള്ളൊരു സംഭവമൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എനിക്ക് കീർത്തിയുടെ ആ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ കോമ്പിനേഷൻ ഒരു സുന്ദരിയായിട്ടുണ്ട് അതിൽ. പാറു, ഡു യു ലൈക്ക് ഇറ്റ്? Yeah, I like it. You love it? Yeah, I also like it. എന്തായാലും രണ്ടുപേരും കലക്കി. Thank you so much. Thank you. ഓക്കെ, അപ്പൊ ഇനി രണ്ടുപേരുടെയും മാർക്സിലേക്ക് കടക്കാം. ആദ്യം എന്റെ മാർക്ക് മതി എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് കീർത്തിയുടെ മാർക്ക്. ഓക്കെ, ഷാനിക. കീർത്തി 7.8. താങ്ക് യു ഷാനിക. ശരത് സർ. കീർത്തി Yes, sir. 7.7. Thank you, sir. താങ്ക് യു സർ. ചേച്ചി. കീർത്തി Yes, ma'am. 7.7. Thank താങ്ക് you. യു ചേച്ചി. ഓക്കെ, അപ്പൊ കീർത്തിയുടെ മാർക്ക് 23.2. ഓക്കെ, Thank you. സൂപ്പർ. അപ്പൊ ഇനി ഗോവിന്ദിന്റെ. ഓക്കെ, ഷാനിക. 8. ശരത് സർ. 8 മാർക്ക്. താങ്ക് യു സർ. ചേച്ചി. ഗോവിന്ദ് 7.9. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 23.9. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. അടുത്ത പെർഫോമൻസ് അടിപൊളിയാക്കണം.